ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രിയിലെ എക്സസൈസ് 7.1ലെ 9ഉം 10ഉം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലെ 9th ക്വസ്റ്റ്യൻ, ഇഫ് Q01 ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം P of 5 minus 3 and R x, 6. Find the value of x. Also, find the distance QR and PR. ചെയ്ത് നോക്കാം. ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ 0, 1 ആണ്. അതുപോലെ അത് ഇക്വിഡിസ്റ്റൻ്റ് ആണ് പിയിൽ നിന്നും. പിയുടെ വാല്യൂ കോർഡിനേറ്റ്സ് 5, -3 ആണ്. അതേപോലെ R x, 6 ആണ്. Q ഈസ് ഇക്വിഡിസ്റ്റൻസ് ഫ്രം P ആൻഡ് R എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാം QP ഈക്വൽ ടു QR ആണ്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇവിടെ QP ഈക്വൽ ടു QR ആയതുകൊണ്ട് നമുക്ക് വാല്യൂ റൂട്ട് ഓഫ് 5 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് -3 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് x മൈനസ് ഹോൾ സ്ക്വയർ 6 മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് റൂട്ട് ഒഴിവാക്കാം. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് നമുക്ക് കിട്ടുന്നത് ഇവിടെ 5 മൈനസ് 0, അതായത് 5 സ്ക്വയർ പ്ലസ് -3 മൈനസ് 1 -4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 1 5. ഇനി നമ്മൾ സ്ക്വയർ ചെയ്താൽ 25 പ്ലസ് -4ൻ്റെ സ്ക്വയർ 16 ഈക്വൽ ടു x മൈനസ് 0 x തന്നെ. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ x സ്ക്വയർ പ്ലസ് 25 എന്ന് കിട്ടും. ഇവിടെ കോമൺ ആയിട്ടുള്ള ഈ 25നെയും കട്ട് ചെയ്താൽ x സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടും. therefore x ഈസ് ഈക്വൽ ടു റൂട്ട് 16 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി when x ഈസ് ഈക്വൽ ടു 4, എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ R എന്ന പോയിന്റ് 4, 6 എന്ന് കിട്ടും. therefore QR ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. റൂട്ട് ഓഫ് 4 മൈനസ് 0 ഹോൾ സ്ക്വയർ 6 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് 0 4 സ്ക്വയർ പ്ലസ് 6 മൈനസ് 1 5 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 25 ഈക്വൽ ടു റൂട്ട് 41 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി PR ആൻഡ് PR ഈക്വൽ ടു 4 മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് 6 പ്ലസ് 3 6 മൈനസ് -3 ആണ്. അപ്പോൾ 6 പ്ലസ് 3 എന്ന് എടുത്തു ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 5 മൈനസ് 1 സ്ക്വയർ പ്ലസ് 6 പ്ലസ് 3 9 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് 81 ഈക്വൽ ടു റൂട്ട് 82 എന്ന ആൻസർ കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ നമുക്ക് രണ്ട് വാല്യൂ പ്ലസും മൈനസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെൻ എക്സ് ഈസ് ഈക്വൽ ടു -4, അപ്പോൾ ആറിൻ്റെ പോയിന്റ് -4, 6 എന്ന് കിട്ടും. അപ്പോൾ QR ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -4 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് -4 സ്ക്വയർ പ്ലസ് 6 മൈനസ് 1 5 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് -4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25.
ഈക്വൽ ടു √41 എന്ന് കിട്ടും. വീണ്ടും പി ആർ ആൻഡ് പി ആർ ഈക്വൽ ടു √(-4 - 5) all square plus 6 plus 3 all square equal to √(-4 - 5) -9 square plus 6 plus 3 അത് 9 square equal to √(9 square) 81 plus 81 equal to √(162) അതിനെ ഫാക്ടറൈസ് ചെയ്താൽ 9√2 എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഇതിലെ 10th ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ദ പോയിന്റ് x, y ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ് 36 ആൻഡ് -3, 4. ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പോയിന്റ് പി എന്നെടുക്കാം. P of x, y is equidistant from 3, 6, B -3, 4. ഇവിടെ ഈക്വിഡിസ്റ്റന്റ് ആണ്. അതിൽ നിന്നും നമുക്ക് പി എ ഈക്വൽ ടു പി ബി എന്ന് പറയാം. പി എ ഈക്വൽ ടു പി ബി ആണ്. കാരണം പി ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഈക്വൽ ടു √(x2 - x1) all square plus y2 - y1 all square. ഇപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം. 3 - x all square plus 6 - y all square equal to √(-3 - x all square plus 4 - y all square. ഇനി നമുക്ക് റൂട്ട് മാറ്റാം. അപ്പോൾ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് നമുക്ക് റൂട്ട് മാറ്റി ആദ്യം എഴുതാം, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാം. 3 - x all square plus 6 - y all square equal to -3 - x all square plus 4 - y all square. 3 - x all square a - b all square എന്നുള്ള ഫോമിൽ ചെയ്താൽ 3 square, അതായത് 9 minus 2 into 3 into x, 2 into 3 6, 6 into x 6x plus x square. 6 into square 36 minus 2 into 6 12, 12 into y 12y plus y square equal to -3 the square 9 minus -3 into 2 -6 into x minus 6x. ഇവിടെ മൈനസ് ഓഫ് -6x ആകുമ്പോൾ ഇവിടെ പ്ലസ് 6x എന്ന് കിട്ടി. പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ 16 minus 4 into 2 8, 8 into y 8 to y plus y square. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഈ ഇവിടുന്ന് തന്നെ ഒഴിവാക്കാം. ഇവിടെ 9 ഇവിടെ ഉണ്ട്, ഈ 9 ഉണ്ട്, അതിനെ കട്ട് ചെയ്തു. എക്സ് സ്ക്വയർ ഇവിടെയുണ്ട്, ഈ എക്സ് സ്ക്വയർ ഉണ്ട്, കട്ട് ചെയ്തു. ഈ വൈ സ്ക്വയറിനെയും ഈ വൈ സ്ക്വയറിനെയും കട്ട് ചെയ്തു. ഇനി ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് മാറ്റിയെടുക്കാം. ഇവിടെ ഉള്ളത് -6x -12y. വേരിയബിളിനെ മാത്രം ഈ സൈഡിൽ എഴുതാം, നമുക്ക് നമ്പേഴ്സിനെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇനി ഇവിടെ ഒരു +6x ഉണ്ട്, അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ -6x ആയി. -8y ഇവിടെ ഉണ്ട്, അതിവിടെ വരുമ്പോൾ +8y ആയി. ഈക്വൽ ടു ഇവിടെ 16 ഉണ്ട്, 16 എഴുതി. പിന്നെ ഈ +36നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും, അപ്പോൾ -36 ആയി. -6x -6x, അപ്പോൾ -12x. പിന്നെ -12y 8y ഉണ്ട്, അപ്പോൾ -4y ഈക്വൽ ടു 16 - 36 ആണ്, അപ്പോൾ -20.
12x minus 4y equal to minus 20. ഇതിന് നമുക്ക് കോമൺ ആയിട്ട് 4 കൊണ്ട് കട്ട് ചെയ്യാം. 4 കൊണ്ട് നമുക്ക് -4 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് കിട്ടും. -4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3x plus y equal to 5 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് 3x plus y, ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇക്വേഷൻ പോലെ എഴുതാം, -5 equal to 0. ഇതാണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ഇക്വേഷൻ പോലെ എഴുതി. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, ഇതായിരുന്നു ചോദ്യം. അപ്പോൾ ആ റിലേഷൻ ഇതാണ്, 3x plus y minus 5 equal to 0. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി.